السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه وسلم تسليما. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അൽഹംദുലില്ലാഹ്, സഹാബികളുടെ ചരിത്രം പറഞ്ഞ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന നമ്മുടെ ഈ പ്രോഗ്രാം അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. കേൾക്കുന്നവരും ഇത് മനസ്സിലാക്കുന്നവരും ജീവിതത്തിൽ പകർത്തുന്നവരും അല്ലാഹുവേ നീ സ്വർഗപ്പൂങ്കാവനത്തിൽ സഹാബാക്കളുടെ കൂടെ, ബദരീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, സ്വഹാബികൾ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞാലും എന്തൊഴിവില്ലെങ്കിലും നബിതങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് ചാടിപ്പുറപ്പെട്ട, അല്ലെങ്കിൽ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്തിനും തയ്യാറുള്ള, ഏത് സമയത്തും തയ്യാറുള്ള ആള് പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി, സേവനത്തിന് വേണ്ടി തയ്യാറുള്ള ഒരു സംഘമായിരുന്നു അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് പറയുന്ന സ്വഹാബ സംഘം. നമ്മൾ ഒഴിവ് നോക്കിയിട്ടല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം. സ്വഹാബാക്കൾ അങ്ങനെയല്ലല്ലോ. നബി തങ്ങൾ വിളിച്ച അപ്പം പോവും, എന്ത് കാര്യത്തിലും, യുദ്ധത്തിനാണെങ്കിലും. അങ്ങനെയാണ് പരിശുദ്ധ ദീൻ നമ്മളിലേക്ക് എത്തിയത് എന്ന് നമുക്ക് കൃത്യമായി ഇവരെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, എന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് നന്മകൾ നമുക്ക് സഹാബികളുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കും. അള്ളാഹുവേ അതിനൊക്കെ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഇൻഷാ അള്ളാഹ്, നമ്മുടെ ചരിത്ര പഠന ക്യാമ്പയിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മഹാനായ ഉഖ്ബത്ത് ബിനു ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ജുഹനി ഗോത്രം, ആ ഗോത്രത്തിലെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ് മഹാനായ ഉഖ്ബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയ ഒരു സമയമുണ്ട്. ദീർഘമായ കാത്തിരിപ്പിന് ശേഷം മദീനയിലെ ആളുകളെല്ലാം കാത്തിരുന്ന് നല്ലവരായ ആ നാട്ടുകാർ വഴികളിലും മട്ടുപ്പാവുകളിലും എല്ലായിടത്തും തിങ്ങിക്കൂടി. നബിതങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്നും കാത്തിരുന്ന് അങ്ങനെ ഒരു ജൂതൻ മുഖേന അവരെല്ലാവരും നബിതങ്ങൾ വരുന്ന വിവരം അറിഞ്ഞപ്പോൾ തോല അൽ ബദറു അലൈന, ഞങ്ങളിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു എന്ന വളരെ മനോഹരമായ കാവ്യതല്ലജങ്ങളുമായി കുട്ടികൾ ദഫുമുട്ടിയിട്ട് നബിതങ്ങളെ സ്വീകരിച്ച ഒരു സ്വീകരണ രംഗമുണ്ട്. ആ വരവേൽപ്പ് കാണാനോ ആ സ്വീകരണത്തിൽ പങ്കുകൊള്ളാനോ മഹാനായ ഉഖ്ബത്ത് ബിനു ആമിർ അൽ ജുഹനിക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല. അതിന് കാരണം മഹാനവറുകൾക്ക് ആകെയുള്ള സ്വത്താണ് കുറച്ച് ആടുകൾ. ആ ആടുകൾ, അവയെ മേച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവയില്ലെങ്കിൽ ജീവിതമില്ല എന്ന മട്ടായിരുന്നു. ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ആ സ്വഹാബികൾ എങ്ങനെയാണ് നബിതങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് നബിതങ്ങളിലേക്ക് അടുത്തത് വന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആടുകൾക്ക് ഒന്നും കിട്ടാതെ വരുമോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ സമയത്തും അവയെയും കൊണ്ട് മേച്ചിൽപ്പുറങ്ങളിലൂടെ മേയിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മഹാനായ ആമിർ തങ്ങൾ. പക്ഷേ നബിതങ്ങൾ വന്ന സമയത്തുണ്ടായ ആവേശവും ആഹ്ലാദവും അതിൻ്റെ പ്രതിധ്വനികൾ മദീനയിൽ ഒന്നടങ്കം വളരെ ആവേശത്തോടെ അതിങ്ങനെ എല്ലായിടത്തും വ്യാപിച്ച സമയത്ത് ആമിർ തങ്ങളുടെ കാതിലും ഈ വിഷയങ്ങളെല്ലാം എത്തി. പക്ഷെ ആ സമയത്ത് മൂപ്പർക്ക് വിഷമമുണ്ടായി. നബിതങ്ങൾ വന്ന സമയത്ത് നബിതങ്ങൾ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടായില്ലല്ലോ എന്ന്. അങ്ങനെ നബിതങ്ങളെ കാണാൻ വേണ്ടി അദ്ദേഹം ആടുകളെ, തൻ്റെ കൂടെ ആടുകളെ നോക്കിയിരുന്ന, ആടുകളെ മേക്കാനുണ്ടായിരുന്ന ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഉഖ്ബത്ത് ബിൻ ആമിർ തങ്ങൾ പോയി മദീനയിൽ നിന്ന്. അള്ളാഹുവിൻ്റെ തിരുദൂതരെ അവിടുന്ന് എനിക്ക് പ്രതിജ്ഞ ചൊല്ലി തന്നാലും എന്ന് അദ്ദേഹം ആരാഞ്ഞു. നബിതങ്ങളിപ്പോൾ തിരിച്ചു ചോദിച്ചു, ഉഖ്ബ, നിങ്ങൾക്ക് അറബികളുടെ പ്രതിജ്ഞയാണോ വേണ്ടത്, അതല്ല ഹിജ്റയുടെ പ്രതിജ്ഞയാണോ വേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ഹിജ്റയുടെ പ്രതിജ്ഞയാണ് വേണ്ടത്, മുഹാജിറുകൾ ചെയ്ത പോലെയുള്ള പ്രതിജ്ഞയാണ് എനിക്ക് ചൊല്ലേണ്ടത് എന്ന് നബിതങ്ങളോട് പറഞ്ഞു. അങ്ങനെ മുഹാജിറുകൾ ചെയ്ത അതേപോലെ പ്രതിജ്ഞ, ഷഹാദത്ത് കലിമ ചൊല്ലി നബിതങ്ങൾ ആ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ പരിശുദ്ധ ദീനിന്റെ ആളായി മാറുകയായിരുന്നു ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് മദീനയുടെ പുറത്തേക്കാണ് അവർ ആടുകളെ മേക്കാൻ പോയിരുന്നത്. മൊത്തം 12 പേരാണ് ഉഖ്ബ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ 12 പേരും ആടിനെ മേച്ച് ജീവിക്കുന്നവരായിരുന്നു.
അങ്ങനെ നിത്യേന എല്ലാ ദിവസവും നബി തങ്ങളുടെ സന്നിധിയിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി, പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, നബി തങ്ങൾക്ക് അവതരിക്കുന്ന ദിവ്യ സൂക്തങ്ങളുടെ അതിൻ്റെ കൃത്യമായ വിശദീകരണവും മറ്റുമൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് പഠിക്കാൻ വേണ്ടി ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എല്ലാ ദിവസവും പോകും. ഓരോരുത്തരും മദീനയിൽ പോകും. അന്ന് ആ പോകുന്ന ആളുടെ ആടുകളെ മറ്റുള്ളവർ മേക്കും. എന്നാൽ ആടുകൾ ജീവനായിരുന്നത് കൊണ്ട് ഇവയെ മറ്റാരെയും ഏൽപ്പിക്കാൻ മനസ്സ് വരാതെ മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള 12 പേരിൽ 11 പേരെ പറഞ്ഞേക്കും, മൂപ്പര് മാത്രം പോകൂല, നിങ്ങൾ ഓരോരുത്തരായി നബി തങ്ങളുടെ അടുത്തേക്ക് പോകണം, പോകുന്നവരുടെ ആടുകളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു മൂപ്പര് കുറച്ചു കാലം പോകാതിരുന്നു. അങ്ങനെ മഹാനായ ഉഖബ തങ്ങളുടെ കൂട്ടുകാർ ഓരോരുത്തരായി ഇങ്ങനെ നബി തങ്ങളുടെ സന്നിധിയിലേക്ക് പോകാൻ തുടങ്ങി. തിരിച്ചു വന്നാൽ അവർ പഠിച്ചതും കേട്ടതും മനസ്സിലാക്കിയതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതിങ്ങനെ തുടർന്നപ്പോൾ ഒരുപാട് ഇതിൽ നിന്ന് മിസ്സാവുന്നുണ്ടെന്നൊക്കെ തോന്നിയപ്പോൾ മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹുവിന് ഇത് തുടരാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നാണ്. ഞാൻ എന്തൊരു പൊട്ടനാണ്, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ജോലിക്ക് വേണ്ടി, സ്വന്തം കൂലിക്ക് വേണ്ടി, സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം, അതും കുറഞ്ഞ ആടുകൾക്ക് വേണ്ടി മാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യത്വവും നബിയിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കാനുള്ള അവസരവും ഞാൻ നഷ്ടപ്പെടുത്തുകയാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ച അദ്ദേഹം ഉടനെ, അങ്ങനെ മനസ്സിലേക്ക് ചിന്ത വന്ന ഉടനെ തന്നെ ആടുകളെ മുഴുവനും കൂടെയുള്ള 11 പേർക്കൊണ്ട് വിതരണം ചെയ്തു. നിങ്ങൾ നോക്കൂ എൻ്റെ ആടിനെ, നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ നബി തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരൊറ്റ തീരുമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. എല്ലാം വിട്ടെറിഞ്ഞ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപം, നീ നബി തങ്ങളെ കൂടെ താമസിക്കുക, ആ പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞ് അഹ്ലു സുഫയിൽപ്പെട്ട ആളായി മഹാനായ ഉഖബത്ത് ബിനു ആമിർ റളിയല്ലാഹു അൻഹു മാറുകയായിരുന്നു. ഇനിയാണ് ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അത്ഭുതങ്ങൾ പിന്നെ നടക്കുന്നത്. ഈ ഒരു ധീരമായ തീരുമാനം എന്നൊക്കെ പറയാം. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും, ഇതുപോലെ നല്ല തീരുമാനങ്ങൾ. ആ തീരുമാനം നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു തീരുമാനമായിരുന്നു ഈ തീരുമാനം. ഭാവിയിൽ ഒരു പ്രമുഖ പണ്ഡിതൻ, പ്രസിദ്ധ ഖുർആൻ പാരായണ വിദഗ്ധൻ, അതുപോലെ ശത്രുക്കളെ കിടിലം കൊള്ളിക്കുന്ന സൈന്യാധിപൻ, ഇസ്ലാമിലെ അപൂർവം വരുന്ന ബുദ്ധിശാലികളായ ഗവർണർമാരിൽ ഒരാൾ, ഇങ്ങനെയുള്ള പദവികളൊക്കെ തനിക്ക് വന്നു ചേരുമെന്ന് ഒരിക്കലും മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഈ തീരുമാനമെടുക്കുമ്പോൾ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇങ്ങനെയൊക്കെയായിരുന്നു മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഏക സ്വത്തായ ആടുകളെ കൈവെടിഞ്ഞ് അള്ളാഹുവിനെയും റസൂലിനെയും ലക്ഷ്യമാക്കി ഇറങ്ങുമ്പോൾ മനോഹര പട്ടണമായ ഡമസ്കസ് കീഴടക്കുന്ന സൈന്യത്തിന്റെ മുൻനിരയിൽ താനുണ്ടായിരിക്കുമെന്നോ, അവിടെ മലർവാടികളുടെ നടുവിൽ ഒരു വലിയ വീട് തനിക്ക് ലഭിക്കുമെന്നോ എന്നും അദ്ദേഹം ഓർത്തിട്ടില്ല. അള്ളാഹുവിനെ മാത്രം ആലോചിച്ചുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം ആലോചിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നതാണ് മദീനയിലേക്ക്. എന്നാൽ ഇതൊക്കെ കിട്ടി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ നമ്മളൊന്ന് മുഖവിലേക്ക് എടുക്കുക. മാത്രമല്ല, സംസ്കാരങ്ങളുടെ കേന്ദ്രമായ ഈജിപ്ത് കീഴടക്കുന്ന സൈന്യ നായകന്മാരിൽ ഒരാളും മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇതൊക്കെ എങ്ങനെ കൈവന്നത്? ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ നിഴലെന്നോണം പിന്തുടർന്നു എന്ന് പറയാം. എവിടെ പോയാലും നബി തങ്ങളൊപ്പം. ആ സുഹബത്ത് ഉണ്ടല്ലോ, ചില മുഅ്മിനീങ്ങളുടെ കൂടെയുള്ള സുഹബത്ത് പലരെയും പല പല സ്ഥാനമാനങ്ങളിലും എത്തിപ്പെടുത്തും. അതൊക്കെ നമ്മൾക്ക് പലരെയും കണ്ടും മനസ്സിലാക്കിയും കേട്ടൊക്കെ അറിവുള്ള കാര്യമാണ്. സുഹബത്തെ സ്വാലിഹ്, സ്വാലിഹ് കുനദ്, സുഹബത്തെ ത്വാലിഹ്, ത്വാലിഹ് കുനദ് എന്നാണ്. നല്ലവരുമായുള്ള സഹവാസം നമ്മളെയും നല്ലവരുടെ കൂട്ടത്തിൽ ചെന്നു നമ്മളെയും നല്ലവരുടെ കൂട്ടത്തിൽ പെടുത്തും. ചീത്ത ആളുകളുമായുള്ള സഹവാസം നമ്മളെയും ചീത്ത ആളുകളാക്കി മാറ്റും. നബിതങ്ങളെ വാഹനത്തിന്റെ കയറും പിടിച്ച് നബിതങ്ങൾ ഒപ്പം ഉണ്ടാവും മഹാനായ ഉഖബ തങ്ങൾ. പലപ്പോഴും നബിതങ്ങൾ അദ്ദേഹത്തെ തന്റെ വാഹനത്തിന്റെ പിറകിൽ ഇരുത്താറുണ്ട്, നബിതങ്ങളെ കൂടെ ഇരുത്താറുണ്ട്. അങ്ങനെ നബിതങ്ങളുടെ വാഹനത്തിന്റെ പിറകിലിരിക്കുന്നവൻ റദീഫു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളെ നിഴലായി നടന്ന ആള് എന്ന ഒരു ഓമനപ്പേരും എന്നൊരു സ്ഥാനപ്പേരും മഹാനായ ഉഖബ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഉഖബ തങ്ങളുടെ സ്ഥാനം എത്രയായിരുന്നു. ഉഖബ തങ്ങൾ ശരിക്കും ഇരിക്കാൻ വേണ്ടി നബിതങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടന്ന സന്ദർഭങ്ങളും ഉണ്ട് എന്ന്. നബിതങ്ങൾ ഇറങ്ങിയിട്ട് നീ നിങ്ങൾ കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സാഹചര്യം. ഏതെങ്കിലും ഒരു സംഭവം പറയാം. ഉഖബ റളിയല്ലാഹു പറയുന്ന ഒരു ഹദീസാണ്. മദീനയിലെ ഒരു കാട്ടിലൂടെ നബിതങ്ങളുടെ കഴുതയുടെ മൂക്ക് കയറി പിടിച്ചിങ്ങനെ മൂപ്പര് നടക്കായിരുന്നു. തങ്ങൾ നടക്കായിരുന്നു. നബിതങ്ങൾ ചോദിച്ചു, കയറുന്നില്ല എന്ന് ചോദിച്ചു.
അപ്പോൾ ഇല്ലെന്ന് പറയാൻ ഭാവിച്ചെങ്കിലും അത് നബിയോട് കാണിക്കുന്ന അനുസരണക്കേടായിരിക്കുമെന്നോർത്ത് ആയിക്കോട്ടെ കയറാമെന്ന് പറഞ്ഞു. നിബിതങ്ങൾ ഇറങ്ങി. നിബിതങ്ങളുടെ ഇഷ്ടം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉഖബ തങ്ങൾ കഴുതപ്പുറത്ത് കയറി. നബിതങ്ങൾ നടന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഉഖബ തങ്ങൾ ഇറങ്ങി. നബി നിങ്ങൾ കയറണമെന്ന് പറയും. നിങ്ങൾ കയറണമെന്ന് പറഞ്ഞു. നബിതങ്ങൾ കഴുതപ്പുറത്ത് യാത്ര തുടർന്നു. അപ്പോൾ നബിതങ്ങൾ ഉഖബ തങ്ങളോട് ചോദിച്ചു, ഉഖബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉഖബ തങ്ങളോട് പറഞ്ഞു, ഉഖബ, തുല്യത കാണാത്ത 2 ഖുർആൻ അധ്യായങ്ങൾ ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഉഖബ തങ്ങൾ അതേന്ന് പറഞ്ഞു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ സൂറകൾ നബി തങ്ങൾ ഉറക്കെ ഓതി കേൾപ്പിച്ചു മഹാനായ ഉഖബ തങ്ങളെ. എന്നിട്ട് നിസ്കാരത്തിന് സമയമായപ്പോൾ ഈ സൂറത്തുകൾ ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും പതിവായി ഇത് ഓതുക എന്ന് ഉപദേശിക്കുകയും ചെയ്തു. മഹാനായ ഉഖബ തങ്ങൾ ആ ഹദീസിൽ പറയാണ്, ജീവിതകാലം മുഴുവനും ഞാനത് തുടർന്നിരുന്നു. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടൊക്കെ പറയാനുള്ളത്, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി കൃത്യമായി ഓതി നമ്മുടെ ശരീരത്തിൽ കയ്യിൽ ഊതിയിട്ട് ശരീരത്തിൽ തടവുന്ന ഒരു കാര്യം നമ്മളൊക്കെ എല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയതാണ്. അത് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുക. അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ, എന്നും തയ്യാറായി ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് മരിക്കുന്ന സമയവും തയ്യാറായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരുങ്ങി തയ്യാറായിട്ട് മരണപ്പെടാൻ കഴിയും. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ, അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. 2 കാര്യത്തിലായിരുന്നു മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശ്രദ്ധ. ഒന്ന് ജ്ഞാനസമ്പാദനം, മറ്റൊന്ന് ധർമ്മയുദ്ധം. അറിവ് നേടുക, അതുപോലെ യുദ്ധം ചെയ്യുക. രണ്ടും ഏറ്റവും നല്ല കാര്യങ്ങളാണ്. ഒന്ന് ദീനിന് ഖിദ്മത്ത് ചെയ്യുക, ഒന്ന് ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള സമ്പാദ്യം ഉണ്ടാക്കി വെക്കുക. ഇതിനായി ദേഹവും ദേഹിയും ഒക്കെ അദ്ദേഹം ഒഴിഞ്ഞു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാന സാഗരത്തിൽ മുങ്ങിക്കുളിച്ച അദ്ദേഹം വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഫിഖ്ഹിലും അതുപോലെ വറാസത്തിന്റെ ഇൽമ്, അനന്തരാവകാശ വിജ്ഞാനം എന്ന് പറയും, അതിലൊക്കെ നല്ല അവഗാഹം നേടി മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു. അതുപോലെ ഒരു കവിയും സാഹിത്യകാരനൊക്കെയായി മാറി അദ്ദേഹം. ആരായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. ആ ഉഖബ തങ്ങളാണ് ഇപ്പം ഇങ്ങനെ ആവുന്നത്. അതിലേറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വശ്യവും വളരെ മനോഹരവുമായ കർണാനന്തരകമായ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ ഓതാൻ ഉഖബ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്ന്. രാത്രിയിൽ അന്തരീക്ഷം നിശബ്ദമായാൽ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യും. ആ ഹൃദയഹാരിയായ പാരായണത്തിൽ സ്വഹാബികൾ ലയിക്കും. അങ്ങനെ അള്ളാഹുവിനോടുള്ള പേടിയാൽ സ്വഹാബികൾ ഉഖബ റളിയല്ലാഹുവിന്റെ ഖുർആൻ പാരായണം കേട്ട് കരഞ്ഞ് 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 കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉഖബ തങ്ങളെ വിളിച്ച് കുറച്ച് ഓതാൻ പറഞ്ഞു. അദ്ദേഹം ഖലീഫയുടെ അഭ്യർത്ഥന മാനിച്ച് ഓതാൻ തുടങ്ങി. അത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരയാനും എന്നിട്ട് താടിയിലൂടെ കണ്ണീർ ഒലിച്ചുകൊണ്ടിരുന്നു, അതിങ്ങനെ തുടച്ചുകൊണ്ടിരുന്നു എന്ന ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഉഖബ റളിയല്ലാഹു അൻഹു സ്വന്തം കൈപ്പടയിൽ എഴുതിയുണ്ടാക്കിയ ഒരു മുസ്ഹഫ് ഈജിപ്തിൽ, അടുത്ത കാലം വരെ ഈജിപ്തിൽ ഉഖബത്ത് ബിനു ആമിർ ജുമുഅത്ത് പള്ളി, അങ്ങനെ ഒരു ജുമുഅത്ത് പള്ളിയുണ്ട്, ജാമിഅത്ത് ഉഖബത്ത് ബിനു ആമിർ. ആ ഒരു പള്ളിയിൽ സൂക്ഷിച്ച് ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രത്തിൽ കാണാൻ പറ്റും. എന്നാൽ ഇപ്പോൾ കാണുന്നില്ല, എവിടെയോ കാലഹരണപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം, ആ ഖുർആന്റെ അവസാനം ഉഖബത്ത് ബിനു ആമിർ അൽ ജുഹനി എഴുതിയത് കാത്തിബ് എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഇത് സുവർ മിൻ ഹയാത്തി സ്വഹാബയിൽ അബ്ദുറഹ്മാൻ റഫത്ത് ബാഷ രേഖപ്പെടുത്തുന്നുണ്ട് ഈ സംഭവം. മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഉഹദിലും പിന്നീടുണ്ടായ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത് വിദഗ്ധനായ ഒളിഭടനായിരുന്നു മഹാനവറുകൾ. ഡമസ്കസ് വിമോചനത്തിൽ അവിസ്മരണീയമായ രംഗങ്ങൾ കാഴ്ചവെച്ചു മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു. ഇതിന്റെ അംഗീകാരമായിട്ടാണ് സൈന്യാധിപനായ അബൂ ഉബൈദത്ത് ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയാണ് ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വിജയവാർത്ത അറിയിക്കാൻ അയച്ചത്. ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ 8 ദിവസം രാവും പകലും നിരന്തരം യാത്ര ചെയ്താണ് ഉഖബ റളിയല്ലാഹു അൻഹു ഖലീഫ ഉമർ തങ്ങളുടെ സന്നിധിയിൽ എത്തുന്നത്. ഈജിപ്ത് കീഴടക്കിയ മുസ്ലിം സൈന്യത്തിൽ ഒരു സൈന്യ നായകനായിരുന്നു മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു. ഇതിന് പാരിതോഷികമായി അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ അദ്ദേഹത്തെ 3 കൊല്ലം ഈജിപ്തിന്റെ ഗവർണറാക്കി മാറ്റി. അനന്തരം അവിടെ ഉണ്ടായിരുന്ന റൊഡേഷ്യ എന്ന് പറയുന്ന രാജ്യവുമായി യുദ്ധം ചെയ്യാൻ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിയോഗിച്ചു. ജിഹാദിന്
കുറിച്ചുള്ള ഹദീസുകൾ ഹൃദിസ്ഥമാക്കുകയും അവ റിവായത്ത് ചെയ്യുന്നതിൽ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ വിദഗ്ധ വില്ലാളിയായിരുന്നു മഹാനവറുകൾ. ഈജിപ്തിൽ രോഗബാധിതനായി മരണമെടുത്തപ്പോൾ ഉഖബ റളിയല്ലാഹു അൻഹു മക്കളെ അടുത്ത് വിളിച്ചുകൊണ്ട് ഇങ്ങനെ വസിയത്ത് ചെയ്തു: 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിരോധിക്കുകയാണ്, അത് നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണം. നബിതങ്ങളെക്കുറിച്ച് വിശ്വാസയോഗ്യമായ ഹദീസുകളല്ലാതെ സ്വീകരിക്കരുത്. 3 കാര്യങ്ങളാ മക്കളോട് പറഞ്ഞ്. നബിതങ്ങളെക്കുറിച്ച് വിശ്വാസയോഗ്യമായ ഹദീസുകളല്ലാതെ ഒന്നും സ്വീകരിക്കരുത്. പുതപ്പ് ഉടുക്കേണ്ടി വന്നാലും കടം ചോദിക്കരുത്. കവിത രചിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ ഖുർആനിനെ കുറിച്ച് അശ്രദ്ധമാക്കരുത്. ഈജിപ്തിന്റെ കാഹിറ കൈറോയുടെ അടുത്തുള്ള അൽ മുഖത്തം കുന്നിലാണ് മഹാനവറുടെ ഖബർ നിലകൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ വഫാത്ത് കഴിഞ്ഞു, ദഫനൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തുക്കളുടെ കൂട്ടത്തിൽ 70-ൽ പരം അമ്പും വില്ലുമാണ് അനുയായികൾക്ക് കിട്ടിയിരുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന വസിയത്തോടെ ഉഖബ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചായിരുന്നു അത്. കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികൾ ചെയ്ത നന്മകൾ ജീവിതത്തിൽ പകർത്താനും അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടാനും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.